എന്തായാലും ഭാഗ്യം പരീക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരു ടിക്കറ്റ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഭാഗ്യം നമുക്ക് അനുഭവപ്പെടുന്നുള്ളൂ. അത് വിൽക്കുന്നതാക്കും വാങ്ങിക്കുന്നതാക്കും ഒരുപോലെ മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ ടിക്കറ്റ് അടിക്കുകയുള്ളൂ. ഞാൻ കടാക്ഷം എന്ന് പറയുക അല്ലേ, ഈ ചില കടാക്ഷങ്ങൾ വിൽക്കുവാനായിട്ട് നമ്മളുടെ ചില അതായത് വ്യക്തികൾ അല്ലെങ്കിൽ അംഗങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലുള്ള ആൾക്കാർ വർഷങ്ങളായിട്ട് ഇതിന് പുറകിൽ ഇങ്ങനെ പ്രയത്നിക്കുന്നുണ്ട്. എത്രയോ പേര് അവർ കോടീശ്വരന്മാരൊക്കെ, എത്രയോ പേര് അവർ വലിയ വലിയ ധനവാന്മാരൊക്കെ എല്ലാ സൗഭാഗ്യങ്ങളും നേടിക്കൊടുത്തു. അതിൽ ഒരു ചേട്ടൻ തന്നെ ഇവിടെ നിൽക്കുന്നതിൻ്റെ മുമ്പിൽ എന്താ ചേട്ടൻ പേര്? എൻ്റെ പേര് മോഹനേന്ദ്രൻ. മോഹനേന്ദ്രൻ. അതെ. ഞാനിത് തുടങ്ങിയിട്ട് 41 വർഷത്തെ ആയി. 41 വർഷമായി. എനിക്ക് ആദ്യമേ സൈക്കിളല്ല, 12 വർഷം സൈക്കിൾ ചവിട്ടി. 8 വർഷം ഞാൻ യമഹ ബൈക്ക് ഓടിച്ചു. പിന്നെ പാഷൻ പ്രോ ആക്സിസ് സ്കൂട്ടർ 1.5 വർഷം ഓടിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ പാഷൻ പ്രോ വണ്ടി 8 വർഷത്തോളമായി കയ്യിരിക്കുന്നു. അതെ, അതുകൊണ്ടാണ് ഞാൻ രാവിലെ 8-9 മണിയാകുമ്പോൾ വീട്ടിൽ നിന്നും കച്ചവടത്തിനായിട്ട് ഇറങ്ങി. എനിക്ക് 3 മക്കളാണുള്ളത്. എൻ്റെ മകളെ 3 പേരെ പോകാൻ കഴിച്ചു. 5 കൊച്ചുമക്കളുണ്ട് എനിക്ക്. മൂത്ത മകന് പോലീസിലാണ് ജോലി. പിന്നെ ഇളയ പെൺപിള്ളേർ 2 പേരും ജോലിയുള്ളവർ തന്നെ കല്യാണം കഴിച്ചു. ഈ യാത്രക്കിടയിൽ എത്ര ഭാഗ്യവാന്മാരെ സൃഷ്ടിച്ചു? എനിക്ക് ഇപ്പോൾ കണക്ക് പറയാൻ ഇല്ല. എന്നാൽ ഞാൻ വിറ്റയിൽ 10 ലക്ഷം, 1000, 1 ലക്ഷം അങ്ങനെയുള്ള പ്രൈസുകളെല്ലാം അടിച്ചിട്ടുണ്ട്. ഇനിയും ധനവാന്മാരാക്കാനുള്ള ഉദ്ദേശമാണ്. അതെ അതെ അല്ല, എത്ര കാലം ഇങ്ങനെ തുടർന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ തുടർന്ന് കാലം ധനവാന്മാരെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. തീർച്ചയായും. അതെ, ഇതിപ്പോൾ കൊപ്പാറക്കടവ്, അമ്പലപ്പുഴയിലെ കൊപ്പാറക്കടവ് എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങിയ കൂട്ടത്തിൽ ചേട്ടനെ കണ്ടു. എന്തായാലും വീഡിയോ എല്ലാവരും ആസ്വദിക്കുക.